വെൽക്കം ബാക്ക് ടു ന്യൂസ് ബസ്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഫ്ലെക്സ് ബോർഡുകളും കൊടിയും വെച്ച് സർക്കാർ ആശുപത്രികൾക്കുള്ളിൽ ഭക്ഷണം വിതരണം ചെയ്യരുത് എന്നാണ് ആരോഗ്യമന്ത്രി നടത്തിയ പ്രസ്താവന. എന്നാൽ കോട്ടയം ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിയാൽ മുൻ മുഖ്യമന്ത്രിയും പിതാവുമായ കെ കരുണാകരന്റെ പേരിൽ 15 വർഷമായി കരുണാകരൻ ചാരിറ്റബിൾ ട്രസ്റ്റ് പുതുപ്പള്ളി നടത്തുന്ന സൗജന്യ ഭക്ഷണ വിതരണം കാണാം. കെ കരുണാകരന്റെ ഫ്ലെക്സ് ബോർഡിന് താഴെ നിന്നുകൊണ്ട് എല്ലാ ദിവസവും രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. ഒരുപാട് രോഗികൾ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പം അത് വളരെ ഒരു ഉപകാരമാണ് നേരത്തെ ആഹാരം കൊടുക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. കാരണം ഒരു നേരത്തെ ആഹാരം ഇല്ലാതെ ഒരുപാട് പേര് ഇവിടെ നിൽക്കുന്നുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഇത് നല്ലൊരു കാര്യമാണ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വന്നിരിക്കുകയാണ്. നന്നായിട്ട് വരണമെന്നാണ് പറയാം. നല്ലതായിട്ട് ഞായറാഴ്ച ദിവസമായിട്ടും എല്ലാം കൊണ്ട് തരുന്നുള്ളൂ. നല്ല മുന്നോട്ട് പോട്ടെ. ഭക്ഷണത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അഖിൽ കെ ചേരുന്നു. അഖിൽ, ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള പദ്ധതി പോലെ പലർക്കും ഗുണകരമാകുന്ന പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതിനിപ്പോ പാർട്ടി വ്യത്യാസങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇതൊക്കെ എതിർ പാർട്ടിക്കാർ ചൂണ്ടിക്കാട്ടില്ലേ? തീർച്ചയായും ഇതിലൊരു പാർട്ടി വെച്ചിട്ടല്ല എന്നുള്ളത് നമുക്ക് ഒരുപക്ഷെ ഇവിടെ നിന്ന് തന്നെ കാണാൻ കഴിയുമെന്നുള്ളതാണ്. എനിക്ക് പുറകിലായി ഇപ്പോൾ ഏറ്റവും കാണുന്നത് ലീഡർ കെ കരുണാകരൻ ചാരിറ്റബിൾ സൊസൈറ്റി പുതുപ്പള്ളി. അവർ 15 വർഷമായി, ഒന്നോ രണ്ടോ അല്ല, നമ്മൾ ആലോചിച്ച് നോക്കണം, 15 വർഷമായി ഇവിടെ ഉച്ചഭക്ഷണം വിതരണം ചെയ്യുകയാണ്. അത് ഈ ഫ്ലെക്സ് ബോർഡിൽ കരുണാകരൻ ഈ ലീഡർ ചിരിച്ചു നിൽക്കുന്ന ഈ പടത്തിന് തൊട്ട് താഴെ വെച്ചാണ് അവർ വിതരണം ചെയ്യുന്നത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അവർ മുടങ്ങാതെ ഭക്ഷണം കൊടുക്കുന്നു. വളരെ മഹത്തായ കാര്യമാണ് എന്നുള്ളതാണ്. മുടങ്ങാതെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. നമുക്ക് തൊട്ട് സമീപത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സേവാഭാരതിയുടെ ഒരു ഫ്ലെക്സ് ബോർഡ് കാണാം. അതിൽ പ്രഭാത ഭക്ഷണം എല്ലാ ചൊവ്വാഴ്ചയും അവർ നൽകുന്നുണ്ടെന്ന് എഴുതി വയ്ക്കുന്നു. ഇനി ഇവിടെ നിന്നും കുറച്ചുകൂടി ഇപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ വൈകുന്നേരം 4 മണിക്ക് നവജീവൻ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ എല്ലാ ദിവസവും വൈകുന്നേരം 4 മണിക്ക് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സായന ഭക്ഷണം നൽകുന്നു എന്നുള്ളൊരു ഫ്ലെക്സ് ബോർഡുമുണ്ട്. ഈ ഫ്ലെക്സ് ബോർഡിൽ എന്താണ് മന്ത്രിക്ക് ഇത്ര പ്രശ്നം എന്നുള്ളതാണ് നമുക്കൊക്കെ ചോദിക്കാൻ തോന്നുന്നത്. കാരണം ഇതൊരു ശരിക്കും ഒരു ഫ്ലെക്സ് ബോർഡോ അല്ലെങ്കിൽ ഇതിനപ്പുറത്തേക്കോ ഇതൊരു ഇൻഫർമേഷൻ കൂടിയാണ് എന്നുള്ളതാണ്. ഇതിൽ കൃത്യമായി എപ്പോൾ ഭക്ഷണം ലഭിക്കും, ഏത് സമയത്താണല്ലേ ഭക്ഷണം ലഭിക്കുക എന്ന കാര്യങ്ങളടക്കം ലഭിക്കുന്നു. ഉച്ചഭക്ഷണമാണ്, ഉച്ചഭക്ഷണം എല്ലാ ദിവസവും ലഭിക്കുമോ? അങ്ങനെ ഒരു ഇവിടെ വരുന്ന പുതിയതായി എത്തുന്ന ആൾ, നമ്മൾ ആ ബൈറ്റിൽ പ്രതികരിച്ച പോലെ തന്നെ തിരുവനന്തപുരത്ത് വന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് ഒരു പുതിയ ഇൻഫർമേഷൻ അല്ലെങ്കിൽ അവർക്കൊരു ഇൻഫർമേഷൻ കൂടിയാണ് ഈ കാര്യം എന്നുള്ളത് കൂടി നമ്മൾ ഇതിനൊപ്പം ചിന്തിക്കണമെന്നാണ്. അപ്പോൾ ഇവിടെ ഇത് കൃത്യമായി വർഷങ്ങളായി നൽകിക്കൊണ്ടിരിക്കുന്നതാണ്. എല്ലാ ദിവസവും ഇത്തരത്തിൽ ഭക്ഷണം ലഭിക്കുന്നുണ്ട്. അവിടെ അതിലേതെങ്കിലും ഒരു പാർട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്കാർ മാത്രം അവർ നൽകിക്കൊണ്ടിരുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും എല്ലാ പാർട്ടിയിൽപ്പെട്ടവരും സന്നദ്ധ സംഘടനകളും ഒക്കെ നൽകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഇവിടെ എടുത്ത് കാട്ടേണ്ടതാണ് ഉള്ളത്. ഇപ്പോൾ ഒരു ഫ്ലെക്സ് ബോർഡോ അങ്ങനെ എന്തെങ്കിലും വെക്കുന്നത് അല്ലെങ്കിൽ അതായത് മന്ത്രി അറിഞ്ഞത് ഇടതുകരം കൊടുക്കുന്ന വലതുകരം അറിയരുത് എന്നൊക്കെയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ജില്ലാശുപത്രിക്കുള്ളിലേക്ക് വരുമ്പോൾ തന്നെ ഇവിടെ ഈ വരുന്ന ഇൻഫർമേഷൻ തരുന്ന ബോർഡുകളുണ്ട്. അല്ലെങ്കിൽ ഒരു നമുക്ക് കാണിക്കാൻ കഴിയും. അവിടെ അതിൽ കൃത്യമായി തന്നെ പോലീസിന്റെ 8 പോസ്റ്റ് എന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള ഇൻഫർമേഷൻ വെസ്റ്റ് പോലീസ് എന്ന് കൊടുത്തിരിക്കുന്നത്. അതിന് തൊട്ട് താഴെ ഇരിക്കുന്നത് ഇത് സ്പോൺസർ ചെയ്ത അവരുടെ പരസ്യമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇവിടെ ഫ്ലെക്സ് ബോർഡ് ഉണ്ട്. ഫ്ലെക്സ് ബോർഡ് ആണോ പ്രശ്നം എന്നുള്ളത് നമ്മൾ ചോദിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ പരസ്യം വെച്ചവരുടെ പേര് ഇതിനിടയിൽ വെക്കാമെങ്കിൽ, ഇടതുകരം കൊടുക്കുന്ന വലതുകരം അറിയണ്ടെങ്കിൽ, ഇങ്ങനെ ഇതെല്ലാം ഈ കാരണം സ്പോൺസർ നൽകുന്നവരുടെ പേരുകളും എടുത്തു മാറ്റേണ്ടതല്ലേ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. അതെല്ലാം വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫ്ലെക്സ് മാറ്റുന്നു അല്ലെങ്കിൽ അതിന്റെ പേരിൽ ഇവിടെ ഇവർ ഭക്ഷണം കൊടുക്കാൻ അതിന് വേണ്ട എന്നൊക്കെ പറയുന്നതിനോട് ജനങ്ങൾക്ക് ഒരു എതിരഭിപ്രായം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇത് നല്ല പ്രവൃത്തിയാണ്. കാരണം അവർക്കൊരു നേരം ഭക്ഷണം കിട്ടുന്നതാണ്. അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് ഇത്തരം പദ്ധതികൾ തുടർന്നു പോകണം, ഞങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുന്നതാണ് എന്നവർ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ നമ്മളുള്ളത് കോട്ടയം ജില്ലാ ആശുപത്രിയിലാണ്.